അഞ്ചാം ഘട്ടം നമ്മൾക്കറിയാം ഓരോ ഘട്ടം കഴിയുന്തോറും ദേശീയ രാഷ്ട്രീയ സാഹചര്യം ആകെ മാറുന്നു. നമ്മൾക്കറിയാവുന്നതുപോലെ 400 പാർ 400 സീറ്റുമായി വീണ്ടും അധികാരത്തിലേക്കെന്ന വലിയ ആത്മവിശ്വാസവുമായി മോദി ഗ്യാരണ്ടിയുമായി വന്ന NDA മുന്നണി, BJP നയിക്കുന്ന NDA മുന്നണി ഒന്നും രണ്ടും ഘട്ടം കഴിയുന്നതോടെ ആകെ ചിത്രം മാറ്റുന്നു. അങ്ങേയറ്റം ഹീനമായ വർഗീയ പ്രചാരണത്തിലേക്ക് പോകുന്നു. പോളിംഗ് കുറയുന്നതിൻ്റെ ആശങ്കയുണ്ടാകുന്നു. അവർക്ക് വലിയ പ്രാമുഖ്യമുണ്ടായിരുന്ന സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ സീറ്റുകൾ നേടിയ മണ്ഡലങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളൊക്കെ വലിയ തോതിൽ സീറ്റുകൾ ഇത്തവണ നഷ്ടപ്പെടാനുള്ള സാഹചര്യം കൂടുതൽ രൂപപ്പെടുന്നു എന്ന വളരെ പ്രബലമായ സ്ഥിതി വന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നിർമ്മലാ സീതാരാമന്റെ ഭർത്താവ് പരകാല പ്രഭാകർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു പരമാവധി 220 സീറ്റ് 200 സീറ്റിലേക്ക് പോകാൻ കഴിയൂ എന്നുള്ളതാണ്. BJPക്ക് ഒരു സർക്കാർ രൂപീകരണ സാധ്യത പോലും വലിയ ബുദ്ധിമുട്ടാകുന്ന നിലയിൽ ആ മുന്നണി നിൽക്കുന്നു. ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾക്ക് അവരവരുടെ സംസ്ഥാനങ്ങളിൽ കൂടുതൽ സീറ്റുകൾ, തകർന്നടിഞ്ഞുപോയ പാർട്ടികൾക്ക്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞുപോയ പാർട്ടികൾക്ക് കൂടുതൽ സീറ്റുകൾ നേടാനുള്ള ഒരു അവസരമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടമാണ് വരാൻ പോകുന്നത്. തിങ്കളാഴ്ചയാണ് 5ാം ഘട്ടം. വിധി എഴുതുക 49 മണ്ഡലങ്ങളായിരിക്കും. 5ാം ഘട്ടത്തിൽ 49 മണ്ഡലങ്ങൾ വിധി എഴുതും. അത് ഏതൊക്കെ സംസ്ഥാനങ്ങൾ നോക്കാം. 8 സംസ്ഥാനങ്ങൾ ഒരു കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 695 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. അത് ഈ മണ്ഡലങ്ങൾ, ഈ സംസ്ഥാനങ്ങൾ നോക്കിയാൽ ബീഹാറിൽ 5 ലോക്സഭാ മണ്ഡലങ്ങളിൽ 5ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ്. ജമ്മു കാശ്മീരിൽ ഒരു മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ്. ബാരാമുള്ളയിൽ ഒമർ അബ്ദുള്ളയാണ് അവിടെ മത്സരിക്കുന്നത്. ജാർഖണ്ഡിലേക്ക് പോയാൽ 3 ലോക്സഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ്. ലഡാക്കിൽ 1, മഹാരാഷ്ട്രയിൽ 13. ഇന്ത്യ മുന്നണി ശക്തമായി തിരിച്ചു വരാനും BJPക്ക് വലിയ തോതിൽ സീറ്റുകൾ നഷ്ടപ്പെടാനും ഇടയുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര. അവിടെ 13 ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരം നടക്കുന്നു. ഒഡീഷയിൽ 5 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ്. ഉത്തർപ്രദേശിൽ 14, അമേഠിയും റായ്ബറേലിയും ലക്നൌവും ഒക്കെ അടക്കമുള്ള ഉത്തർപ്രദേശിലെ ഈ ഘട്ടം തീപാറും പോരാട്ടം നടക്കുകയാണ്. 14 ലോക്സഭാ മണ്ഡലങ്ങളിലാണ്. പശ്ചിമ ബംഗാളിലേക്ക് പോയാൽ ഈ ഘട്ടത്തിൽ 7 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ബീഹാറിൽ ഇത്തവണ 5 ലോക്സഭാ മണ്ഡലങ്ങളിലാണ്. പശ്ചിമ ബംഗാളിൽ 7, അതുപോലെ ബീഹാറിലെ ഓരോ മണ്ഡലങ്ങളും എനിക്ക് തോന്നുന്നു ഇതിൽ തന്നെ VIP മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച മണ്ഡലങ്ങൾ ഒന്ന് വളരെ ചുരുക്കത്തിൽ വേഗത്തിൽ കണ്ടുപോകുന്നത് നന്നായിരിക്കും. ഉദാഹരണത്തിൽ ബീഹാർ നോക്കാം. ബീഹാറിൽ ഈ ഘട്ടത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമുണ്ട്, ഹാജിപൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നേരത്തെ അവിടെ നിന്ന് വിജയിച്ചു കയറി വന്ന രാംവിലാസ് പാസ്വാനെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാനാണ് അവിടെ നിന്ന് ഹാജിപൂരിൽ നിന്ന്. രാംവിലാസ് പാസ്വാൻ പണ്ട് വലിയ റെക്കോർഡ് ഭൂരിപക്ഷമൊക്കെ നൽകിയിട്ടുള്ള മണ്ഡലമാണ്. ഇപ്പോൾ ആ പാർട്ടിയുടെ നേതാവ്, ലോക് ജനശക്തി പാർട്ടി നേതാവ് ചിരാഗ് പാസ്വാൻ ഹാജിപൂരിൽ നിന്ന് മത്സരിക്കുകയാണ്. പിതാവിന്റെ മണ്ഡലത്തിൽ ആ മണ്ഡലം ആ നിലയിൽ തിരിച്ചുപിടിക്കാൻ, മകൻ എന്ന നിലയിൽ തിരിച്ചുപിടിക്കാനുള്ള ശ്രമം. ഇന്ന് അതുപോലെ തന്നെ ബീഹാറിലെ മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് ഈ ഘട്ടത്തിൽ സരൺ. അവിടെ മത്സരിക്കുന്നത് ചിത്രത്തിൽ കാണുന്നത് പോലെ രോഹിണി ആചാര്യ. ആളെ മനസ്സിലായില്ലെങ്കിൽ ലാലു പ്രസാദ് യാദവിന്റെ മകളാണ്, ഇളയ മകളാണ് രോഹിണി എന്നുള്ളതാണ്. RJD സ്ഥാനാർത്ഥിയായി അവിടെ നിന്ന് സരണിൽ നിന്ന് മത്സരിക്കുകയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലൂടെയാണ് രാഷ്ട്രീയ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് രോഹിണി എന്നുള്ള സവിശേഷത കൂടി. ബീഹാറിൽ നമുക്ക് മഹാരാഷ്ട്രയിലേക്ക് വേഗത്തിൽ പോയാൽ മുംബൈ നോർത്തിൽ പീയൂഷ് ഗോയൽ കേന്ദ്രമന്ത്രി മത്സരിക്കുന്ന മണ്ഡലമാണ് എന്നുള്ളതാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ മുന്നണി, ശിവസേന, NCP, കോൺഗ്രസ് വളരെ ശക്തമായി കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കാൻ സാധ്യതയുള്ള മണ്ഡലം. മറാത്തികളും മുസ്ലിങ്ങളും ഒരുപോലെ BJPക്കെതിരായി അല്ലെങ്കിൽ ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയ്ക്കെതിരായി ഇപ്പോഴത്തെ ഈ സർക്കാർ അവിടെ ഉയരുന്ന ഏറ്റവും വലിയ ആ മുന്നണിക്കെതിരെ വരുന്ന ആക്ഷേപം തന്നെ വഞ്ചന എന്ന നിലയിൽ തന്നെയാണ്. അപ്പോൾ ആ രാഷ്ട്രീയം ഏറ്റവും പ്രതിഫലിക്കുന്ന മഹാരാഷ്ട്രയിൽ പീയൂഷ് ഗോയൽ മത്സരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ മുംബൈ നോർത്തിലാണ്. അത് മഹാരാഷ്ട്രയിൽ ഈ ഘട്ടത്തിലെ ഒരു VIP മണ്ഡലമാണ്, ശ്രദ്ധാമണ്ഡലമാണ്. നമ്മൾക്ക് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഉത്തർപ്രദേശ് ഈ ഘട്ടത്തിൽ 14 ലോക്സഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം രാഹുൽ ഗാന്ധി, റായ്ബറേലി, UP റായ്ബറേലി. സോണിയാഗാന്ധി ഏതാണ്ട് 1,67,000 വോട്ടിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച മോദി തരംഗത്തിലും അമേഠിയിൽ രാഹുൽ തോറ്റപ്പോൾ റായ്ബറേലിയിൽ സോണിയാഗാന്ധി അത്ര വലിയ വോട്ടിന് ജയിച്ച ആ മണ്ഡലത്തിലേക്കാണ്, അമ്മയുടെ മണ്ഡലത്തിലേക്കാണ് രാഹുൽ ഗാന്ധിയുടെ ഇത്തവണത്തെ വരവ്. അവിടെ മത്സരിക്കുന്നു. ദിനേശ് പ്രതാപ് സിംഗ് ആണ് എതിരാളി. ദിനേശ് പ്രതാപ് സിംഗ് ആ ഘട്ടത്തിൽ പറഞ്ഞത് എതിരാളി ആരായാലും, ഗാന്ധി കുടുംബത്തിൽ നിന്ന് ആര് വന്നാലും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല എന്ന നിലയിലുള്ള മത്സരമാണ്. അവിടെ സോണിയാഗാന്ധി നേടിയ ഭൂരിപക്ഷത്തിൽ നിൽക്കുമോ, അതിനപ്പുറം പോകുമോ, ആ ഭൂരിപക്ഷം കുറയ്ക്കാൻ BJPക്ക് അവിടെ ഇത്തവണ കഴിയുമോ എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട കൗതുകങ്ങളാണ്, കാത്തിരിക്കുന്നതാണ് അറിയാൻ. UPയിലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം റായ്ബറേലി കഴിഞ്ഞാൽ ലക്നൌവിൽ രാജ്നാഥ് സിംഗ് കേന്ദ്രമന്ത്രി, പ്രതിരോധ മന്ത്രി മത്സരിക്കുന്ന മണ്ഡലം. അവിടെ BJP നേരിടുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്, അടിയൊഴുക്കുകളുണ്ട്, സാമുദായിക ഘടകങ്ങളുടെ
പിന്നോട്ട് പോക്കുണ്ട്. അതായത് ഉദാഹരണത്തിന് ഈ രജ്പുത്തുകളുടെ വലിയ തോതിലുള്ള BJP അവമതിപ്പ്, താല്പര്യമില്ലായ്മ BJP അവിടെ നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ്. രാജ്നാഥ് സിംഗ് ആ നിലയിൽ ഏറെക്കുറെ ആ ലീഡർഷിപ്പിൽ നിശബ്ദനായി നിൽക്കുന്നത് നമ്മൾക്കിപ്പോൾ കാണാം. രജ്പുത്തുകളുടെ BJPയോടുള്ള വിയോജിപ്പൊക്കെ ആ തെരഞ്ഞെടുപ്പ് UP-യിൽ പലയിടത്തും പ്രതിഫലിക്കുന്നുണ്ട് എന്നതുകൂടിയാണ്. 80-ൽ ഏതാണ്ട് 70-75 400-ലേക്കൊക്കെ പോകുമ്പോൾ അത്രയധികം സീറ്റ് പ്രതീക്ഷിച്ച UP-യിൽ രാഷ്ട്രീയ നിരീക്ഷകർ പിന്നീട് ഒരു ഘട്ടത്തിൽ ഒരു 65 സീറ്റിലേക്ക് BJP താഴാം എന്ന നില വന്നിരുന്നു. ഇപ്പോൾ അതിലും താഴേക്ക് പോകാം എന്ന് കരുതുന്ന രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ വളരെ ശക്തമാണ്, പ്രബലമാണ്. തൊഴിലില്ലായ്മ, അഗ്നിവീർ സൈന്യത്തിൽ സംഭവിപ്പിച്ചിട്ടുള്ള മാറ്റങ്ങൾ വലിയ തോതിൽ ചെറുപ്പക്കാർക്കിടയിൽ വലിയ പ്രശ്നമായി വന്നിട്ടുണ്ട്. അതുപോലെ ജാതി സർവേ പ്രധാനപ്പെട്ട വിഷയമാണ്. അതൊക്കെ മോദി നേതൃത്വത്തെ വല്ലാതെ അലട്ടുന്ന വിഷയങ്ങളാണ്. അതിൽ പിന്നോക്കക്കാർ ഏതാണ്ട് അകലുന്നു എന്ന പ്രശ്നം, അതുപോലെ മുന്നോക്കക്കാരിൽ രജ്പുത്തിനെ പോലെയുള്ള വിഭാഗങ്ങളിൽ BJPയോടുള്ള അതൃപ്തിയൊക്കെ അവിടെ നിൽക്കുന്നു. ലക്നൗ മണ്ഡലം പക്ഷേ രാജ്നാഥ് സിംഗ് മത്സരിക്കുന്നതിലൂടെ ശ്രദ്ധാകേന്ദ്രമാണ് ഈ റൗണ്ടിൽ. UP-യിലെ തന്നെ മറ്റൊന്നാണ് കൈസർഗഞ്ച് കരൺ ഭൂഷൺ ആണ് മത്സരിക്കുന്നത്. കരൺ ഭൂഷൺ വലിയ ആളായിട്ടില്ല, പക്ഷേ പ്രശ്നം നമ്മൾക്കറിയാം, ബ്രിജ് ഭൂഷൺ ശരൺ എന്ന എല്ലാ തരങ്ങളിലും വില്ലനായി നിൽക്കുന്ന ഒരാളാണ്. ഇന്ത്യൻ കായിക രംഗത്തിന് അപമാനമായി മാറുന്ന വിധത്തിലുള്ള വലിയ ആക്ഷേപങ്ങളുടെ തലപ്പത്ത് നിൽക്കുന്നയാളാണ്. ഗുസ്തി ഫെഡറേഷന്റെ അധിപൻ എന്ന നിലയിൽ സാക്ഷി മാലിക്കിനെ പോലെയൊക്കെയുള്ള ലോകം കണ്ടിട്ടുള്ള രാജ്യത്തിന്റെ അഭിമാനമായുള്ള കായിക താരങ്ങളുടെ കണ്ണീര് വീഴ്ത്തുന്നതിനും വലിയ ലൈംഗിക ആക്രമണങ്ങൾക്ക് ഈ കായിക താരങ്ങൾ വിധേയമായപ്പോൾ അതിൽ പ്രതിസ്ഥാനത്ത് വന്നയാളാണ് ബ്രിജ് ഭൂഷണെതിരെ ദില്ലി കോടതി കേസെടുത്തിരുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രിജ് ഭൂഷണ് മത്സരിക്കാൻ കഴിയാതെ വരികയും BJP-യിലെ ഏറ്റവും ശക്തനായ ഒരാളാണ് ബ്രിജ് ഭൂഷൺ UP രാഷ്ട്രീയത്തിൽ. പക്ഷേ ഒടുവിൽ BJP നേതൃത്വം മകനെ അവിടെ മത്സരിപ്പിച്ച്, കരൺ ഭൂഷണെ മത്സരിപ്പിച്ച്, മുമ്പ് സൂചിപ്പിച്ച പോലെ ബ്രിജ് ഭൂഷണെ മാറ്റി നിർത്തുകയായിരുന്നു. ആ നിലയിലാണ് ആ മണ്ഡലം കൈസർഗഞ്ച് കൂടുതൽ ശ്രദ്ധാകേന്ദ്രമാകുന്നത്. ഗുജറാത്തിൽ നമുക്ക് UP-യിലെ തന്നെ അമേത്തി മുമ്പ് അറിയാം, സ്മൃതി ഇറാനി, രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ തവണ തോൽപ്പിച്ചത് സ്മൃതി ഇറാനിയാണ്. അമേഠിയിൽ 55,000-ൽ പരം വോട്ടിന്. ഇത്തവണത്തെ പ്രത്യേകത, ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസനായ KL ശർമ്മയാണ് അവിടെ നിന്ന് മത്സരിക്കുന്നത്. കിഷോരിലാൽ ശർമ്മയാണ് ഇത്തവണ സ്മൃതിയുടെ എതിരാളി. 55,000 വോട്ടുകൾക്കാണ് അമേഠിയിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയെ സ്മൃതി ഇറാനി പരാജയപ്പെടുത്തിയത്. KL ശർമ്മയ്ക്ക് ഈ വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അമേഠി റായ്ബറേലി മണ്ഡലങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളെയൊക്കെ പതിറ്റാണ്ടുകളായി ഏകോപിപ്പിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് എന്ന സവിശേഷതയുണ്ട്. അങ്ങനെ നിയന്ത്രിച്ച KL ശർമ്മയിലേക്ക് അമേഠി തുകയായിരുന്നു. ഇത്തവണ KL ശർമ്മയിലൂടെ അമേഠി തിരിച്ചുപിടിക്കാം എന്നാണ് ഇന്ത്യ മുന്നണി കരുതുന്നത്. നിലനിർത്താം എന്ന് സ്മൃതി ഇറാനിയിലൂടെ നിലനിർത്താമെന്ന് BJP-യും NDA മുന്നണിയും പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ജമ്മു കാശ്മീർ ഈ ഘട്ടത്തിൽ വരുമ്പോൾ ജമ്മു കാശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതിലൊരു പിശകുണ്ടായി എഴുതി കാണിച്ചാൽ ഗുജറാത്തിലല്ല അമേഠി, അത് UP-യിലാണ്. ക്ഷമിക്കുക, ഒരു പിശക് സംഭവിച്ചതാണ്. ജമ്മു കാശ്മീരിലേക്ക് വന്നാൽ ബാരാമുള്ള, ഒമർ അബ്ദുള്ള മത്സരിക്കുന്ന മണ്ഡലമാണ്. കശ്മീരിൽ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഒമർ അബ്ദുള്ള മത്സരരംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നു. കശ്മീരിൻ്റെ പ്രത്യേക പദവിയൊക്കെ എടുത്തു കളഞ്ഞത് പ്രധാനപ്പെട്ട വിഷയമായി മാറിയിരിക്കുന്നു. മുൻ മുഖ്യമന്ത്രിയാണ്, പാർട്ടി വൈസ് പ്രസിഡന്റാണ്, ഡോക്ടർ ഫറൂഖ് അബ്ദുള്ളയുടെ മകനാണ്. ഇത്തവണ ബാരാമുള്ളയിൽ നിന്ന് മോദി സർക്കാരിനെതിരായിട്ടുള്ള രാഷ്ട്രീയം പ്രചരിപ്പിച്ചുകൊണ്ടാണ് ആ പ്രചാരണ രംഗത്ത് സജീവമായി ഒമർ അബ്ദുള്ള അവിടെ ബാരാമുള്ളയിൽ ജനവിധി തേടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ 5-ാം ഘട്ടത്തിൽ വരുന്ന ചില മണ്ഡലങ്ങൾ. വളരെ ക്യുക്കായി വളരെ വേഗത്തിൽ നമ്മൾ കണ്ടുപോയ ചില മണ്ഡലങ്ങൾ, ശ്രദ്ധിക്കേണ്ട മണ്ഡലങ്ങൾ എന്ന നിലയിൽ സൂചിപ്പിച്ചത്.